വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഒരു 3/4%, 75% ആളുകൾ കൃഷിക്കാരാണ്. വിശേഷിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച്. ഇടുക്കിയിലെല്ലാം ഏലക്കർഷകരും അതുപോലെ മറ്റ് കൃഷികൾ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വയനാടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവർക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ് ഞാനിന്ന് പാസ് ചെയ്യാൻ പോകുന്നത്. അതായത് കനത്ത ചൂട് തന്നെയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ കൃഷിക്കെല്ലാം നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത വരുമ്പോൾ ചെടികൾ നശിച്ചു പോകും. കഴിഞ്ഞ കൊല്ലം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏലക്കർഷകർക്ക് ഭയങ്കര തിരിച്ചടിയായിപ്പോയി. കാരണം കനത്ത ചൂടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. ഇപ്പോൾ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏലത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചാലും ഇലകൾ എരിഞ്ഞു പോകും. അത്ര കഠിനമായ ചൂടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഏലച്ചെടികളെ സംരക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ മറ്റ് വിളകളെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? അതിനാണ് വിപണിയിൽ ഇപ്പോൾ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇത്. ഞാനത് കാണിച്ചു തരാം, നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. മെത്തലോ. ഇതൊരു ബാക്ടീരിയയാണ്. ഇത് 1 ലിറ്ററിൻ്റെ ഒരു ക്യാനാണ്. ഇതിനകത്ത് ബാക്ടീരിയ ആണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് മെത്തലോ എന്നുള്ളത് ഇതിൻ്റെ ഒരു പേരാണ്. പക്ഷേ ഇതിൻ്റെ ശരിയായ നാമം മെത്തിലോബാക്ടർ എന്നാണ്. ബാക്ടീരിയയുടെ പേര് മെത്തിലോബാക്ടർ എന്നാണ് ഈ ബാക്ടീരിയയുടെ പേര്. ഈ ബാക്ടീരിയ നമ്മൾ വെള്ളത്തിലൊഴിച്ച് കഴിയുമ്പോൾ ആക്റ്റീവ് ആവും. ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഇത് പ്രയോഗിക്കേണ്ടത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ കടയിൽ അവരെന്താ പറയുന്നത്, ഇലയുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കാൻ പറയും. ഇത് അടിക്കുന്ന ഡോസ് പറഞ്ഞിട്ടുണ്ട്. 1 ലിറ്ററിന് 5 മില്ലി എന്ന തോതിലാണ് ഇത് ചേർക്കേണ്ടത്. എന്നിട്ട് ഇലയുടെ അടിയിൽ അടിച്ചു കൊടുക്കാൻ പറയും. എന്തിനാണ് ഇലയുടെ അടിയിൽ ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നത്? ഇതാണ് ഇല. ഇതൊരു ഏലച്ചെടിയുടെ ഇലയാണ്. നിങ്ങൾക്കറിയാം, കണ്ടറിയാം. ഇതുണ്ടോ? ഇത് മേൽഭാഗം, ഇത് അടിഭാഗം. ഈ അടിഭാഗത്ത് എന്താണ് പ്രത്യേകതയുള്ളത്? അതായത് മേൽഭാഗം, ഈ ഭാഗമാണ് സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന സ്ഥലം. ഇവിടെ ധാരാളം കോശങ്ങളുണ്ട്. കോശങ്ങൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നു? ഇതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇലകളുടെ ധർമ്മം അതാണ്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തും കോശങ്ങളുണ്ട്. ഈ മേൽനിരയിലുള്ളതിനേക്കാളും കോശങ്ങളുടെ എണ്ണം കൂടുതൽ അടിഭാഗത്താണ്, അടിനിരയിലാണ്. അപ്പോൾ നമ്മൾ അടിയിൽ അടിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കോശങ്ങളുടെ എണ്ണം കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ അടിക്കുന്ന ഇതിനുള്ളിലെ ബാക്ടീരിയ, ഈ മെത്തിലോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയ ഈ കോശങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് ഈ കോശഭിത്തികളെ അത് സ്ട്രെങ്തൻ ചെയ്യും. അതാണ്. അപ്പോൾ കനത്ത് കോശഭിത്തികളെ അങ്ങനെ സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ കോശഭിത്തികൾ നശിച്ചു പോവുകയും അങ്ങനെയാണ് ഇലകൾക്ക് വാട്ടം സംഭവിക്കുന്നത്. ഇലകൾ ഉണങ്ങിപ്പോകുന്നതിന് കാരണം ഇതാണ്. കോശഭിത്തികൾ തകർന്നു പോകും. അതാണ്. പിന്നീട് അതിന് ആഹാരം പാകം ചെയ്യുന്നതിനോ അതോടൊപ്പം തന്നെ വെള്ളത്തെ കടത്തിവിടാതെ പ്രതിരോധിക്കാമെന്നുള്ള സംവിധാനം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ മെത്തിലോബാക്ടർ ചെയ്യുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ ഇലയുടെ അടിഭാഗത്തുള്ള കോശങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് കോശഭിത്തികളെ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ അത് നല്ല ആക്റ്റീവായിട്ട് തീരും. അങ്ങനെ വരുമ്പോൾ ആവശ്യമായ സമയത്ത് തുറക്കുകയും ആവശ്യമായ സമയത്ത് അടയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അതിന് നന്നായിട്ട് ചെയ്യാൻ തക്കണം കഴിയും. അതാണ് ഈ ബാക്ടീരിയയുടെ പ്രത്യേകത. ഈ ബാക്ടീരിയ പ്രത്യേകിച്ച് മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള കീടങ്ങളെ പ്രതിരോധിക്കുകയൊന്നും ചെയ്യുന്നില്ല. മറിച്ച് ചെടികൾക്ക് ശക്തി പകർന്നുകൊണ്ട് ആരോഗ്യമുള്ള ചെടികളായിട്ട് നിലനിർത്താൻ കൊണ്ട് സഹായിക്കുന്നു. ഈ മെത്തിലോബാക്ടർ എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ ഈ ചെടികൾ കടിക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അന്തരീക്ഷത്തെ ശുദ്ധമാക്കാൻ തക്കനെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്രയോഗത്തിലൂടെ അതിനെ ശുദ്ധീകരിക്കാൻ തക്കണം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യൂസ് ഇതിനുണ്ട്. അതുകൂടാതെ ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു വിധം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് വേരുകളിൽ പ്രയോഗിക്കാൻ കഴിയും. ചെടികളുടെ വേരുകളിലൂടെ വേരുകളിൽ പ്രയോഗിക്കുന്നതിനുള്ള നൈട്രജനും അതുപോലെ ഫോസ്ഫറസും കൂടുതൽ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ തക്കവണ്ണം, ചെടിയെ പ്രാപ്തമാക്കി തീർക്കാൻ തക്കവണ്ണം ഈ ബാക്ടീരിയയ്ക്ക് കഴിയും. അതിൻ്റെ ഡോസും 1 ലിറ്ററിന് 5 മില്ലി എന്ന തോതിലാണ് പ്രയോഗിക്കേണ്ടത്. പിന്നെ അതുകൂടാതെ മറ്റ് രാജ്യങ്ങളിൽ ആളുകൾ ചെയ്യുന്ന സംഗതി വെച്ചാൽ, ഇങ്ങോട്ടൊക്കെ ഇത് ആയി വരുന്നതേ ഉള്ളൂ. മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് ഇത് വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് 1 ലിറ്ററിൽ 5 മില്ലി എന്ന തോതിൽ ഇത് കലക്കിയതിന് ശേഷം നമ്മുടെ വിത്തുകൾ, നെല്ലുവിത്തോ ഗോതമ്പിൻ്റെ വിത്തോ എന്ത് വിത്തോ ആയിക്കോട്ടെ, ആ വിത്ത് നമ്മൾ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മുക്കിയിട്ടതിന് ശേഷം പിന്നീട് അതിലെടുത്ത് വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം പിന്നീട് വിതച്ച് ആണ് കൃഷി ഇടത്തിലേക്ക് നമുക്ക് ഇറക്കാൻ തക്കണം കഴിയും. അങ്ങനെ അത് വിത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടും, മുളയ്ക്കാനുള്ള പ്രവണത കൂട്ടാൻ തക്കണം അത് കാരണമായി തീരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ മെത്തിലോബാക്ടർ എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ കർഷകർക്ക് വളരെയധികം
പ്രയോജനപ്രദമായിട്ടുള്ള ഉപകാരിയായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. ആ ചെടികൾക്ക് ആകമാനം ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫോട്ടോസിന്തസിസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന് ചെടികൾക്ക് കൂടുതൽ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാന്നൊക്കെ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇതിനെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഇത് വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ പ്രയോഗത്തിലൂടെ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുണ്ട് പ്രത്യേകതയുണ്ട്. ചൂടിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇത് പ്രയോഗിക്കേണ്ട സമയം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഈ ബാക്ടീരിയ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കുള്ള ഒരു ചൂടിൽ അതിജീവിക്കുകയില്ല, അത് നശിച്ചു പോകും. ഇതൊരു ജീവനുള്ള മൈക്രോ ഓർഗാനിസമാണ് മെത്തിലോബാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ 50 ഡിഗ്രി താഴെ ആയിരിക്കണം. ഇതിന് ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചൂട് എന്ന് പറയുമ്പോൾ 27 ഡിഗ്രി ടു 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഒരു ചൂടാണ് അന്തരീക്ഷത്തിനുള്ളതെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇത് പ്രവർത്തിക്കാൻ തക്കണം സാധിക്കും. അതുകൊണ്ട് നമ്മൾ നട്ടുച്ച സമയത്താണ് ഏലത്തിന് ഇത് പ്രയോഗിക്കുന്നത് എങ്കിൽ ആ ബാക്ടീരിയ നിലനിൽക്കത്തില്ല. അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് കൂടുതലായതുകൊണ്ട് അതിജീവനം കുറവായിരിക്കും ബാക്ടീരിയയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമോ അന്തരീക്ഷം കൂളായിരിക്കുന്ന സമയത്ത് പ്രയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാരണം അതാണ്. അപ്പോൾ ആ വിധത്തിൽ നമുക്കിത് പ്രയോഗിക്കാൻ തക്കണം കഴിയും. അപ്പോൾ ഇത് തികച്ചും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. ഇത് ചെടികൾക്ക് ആകമാനം പ്രയോജനം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ തക്കണം ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ബാക്ടീരിയ. അപ്പോൾ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാം. പല പദത്തിലുള്ള പ്രയോജന ബാക്ടീരിയ ഉണ്ട്. ഇതൊരു ബെനിഫിഷ്യൽ ബാക്ടീരിയയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കർഷകർ ഇതിനെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ മടി കാണിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മിക്കവാറുമുള്ള എല്ലാ കെമിക്കൽ കടകളിലും ഇപ്പോൾ അവൈലബിളാണ്. അതുകൊണ്ട് വിശേഷിച്ച് ചൂട് കാലത്ത് നിങ്ങളുടെ ഏലത്തെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ വിളകളെ സംരക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണക്കനെ പ്രതിരോധിക്കാൻ കഴിയും. തന്നെയല്ല ചെടികളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ തക്കണം കഴിയും. ഇപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നുമില്ല. മറിച്ച് ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിശേഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഉണക്കുണ്ടായപ്പോൾ ഏല കർഷകർക്ക് അത് എത്രത്തോളം പ്രതിസന്ധി നേരിട്ടു എന്നുള്ളതും എത്രത്തോളം സാമ്പത്തിക ബാധ്യത അതിലൂടെ വന്നു എന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയാം. ഞാനൊരു കർഷകനാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രയോജനം ചെയ്യുന്ന ഈ ബാക്ടീരിയയെക്കുറിച്ച് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എല്ലാ കെമിക്കൽ കടയിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങുക, ഇത് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിളകളെ സംരക്ഷിക്കുക. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണ് ഞാൻ പകർന്നു തന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.